നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി. ആദ്യം പ്രധാന വാർത്തകൾ. തെരുവുനായ വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥി കരിയർ കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. ജില്ലയിൽ 18 മുതൽ 24 വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് സ്വീകരണവും സംഘടനാ ശില്പശാലയും നടത്തി. വാർത്തകൾ വിശദമായി. തെരുവുനായ വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. CPM ഏരിയ സെക്രട്ടറി KS അശോകൻ, CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു LDF പ്രവർത്തകരുടെ പ്രതിഷേധം. നഗരസഭയുടെ പൂട്ടിയിട്ട പ്രധാന ഗേറ്റ് തള്ളിത്തുറന്ന് ഓഫീസിലേക്ക് ഇരച്ചുകയറി. ചെയർമാന്റെ ഓഫീസിലേക്ക് തള്ളിക്കയറിയ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം കൂടപ്പുഴ ജനതാ റോഡിൽ തെരുവുനായ കടിച്ച് 11 പേർക്ക് പരുക്കേറ്റ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ നഗരസഭയിലേക്ക് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധ മാർച്ച് CPM ഏരിയ സെക്രട്ടറി KS അശോകൻ ഉദ്ഘാടനം ചെയ്തു. CPI ലോക്കൽ സെക്രട്ടറി അനിൽ കദളിക്കാടൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ദിവസം കൂടപ്പുഴ ജനതാ റോഡിൽ തെരുവുനായ കടിച്ച് 11 പേർക്ക് പരിക്കേറ്റ സംഭവത്തിൽ LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭയിലേക്ക് നടത്തിയ പ്രതിഷേധ ജനകീയ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. സാധാരണ നഗരസഭയിലേക്ക് മാർച്ച് വരുമ്പോൾ പോലീസ് 2 ഗേറ്റുകളും പൂട്ടി തടയാറുണ്ടായിരുന്നു. മാർച്ച് നഗരസഭ ഓഫീസിന് മുൻപിൽ തടയാൻ വേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകാതിരുന്നതാണ് പ്രശ്നത്തിന് കാരണമെന്ന ആക്ഷേപമുണ്ട്. ചാർജുള്ള SI വരെ സംഭവത്തിന് ശേഷമാണ് സ്ഥലത്തെത്തിയതെന്നും പറയുന്നു. പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാനോ ചെയർമാന് വേണ്ട സംരക്ഷണം നൽകാനോ പോലീസ് തയ്യാറായില്ല എന്നും പറയുന്നുണ്ട്. പ്രതിഷേധിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും നഗരസഭാ ഓഫീസിൽ കയറി അതിക്രമം കാണിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും തികച്ചും രാഷ്ട്രീയ പ്രേരിതമാണെന്നും ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. പക്ഷെ നായ്ക്ക് പേയുണ്ടോ എന്നാണ് നമ്മളൊക്കെ സംശയിക്കുന്നത്. പക്ഷെ എനിക്കിപ്പോൾ സംശയം ചാലക്കുടിയിലെ ഏതെങ്കിലും മനുഷ്യർക്ക് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ആശങ്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് നഗരസഭയിലെ ഒരു പ്രതിഷേധ സമരം ഇവിടെ നമ്മൾ കാണാനായിട്ടാണ് വന്നത്. നടത്തിയത് ജനാധിപത്യ പാർട്ടികളാണെന്നാണ് പലപ്പോഴും ഒക്കെ പറയുന്ന ആളുകളാണ് ഈ ഒരു സമരപരിപാടി ഇന്നിവിടെ നടത്തിയത്. പക്ഷെ തീർത്തും ജനാധിപത്യ വിരുദ്ധമായ സാധാരണ മനുഷ്യരൊക്കെ ചെയ്യാത്ത പ്രതിഷേധങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ചാലക്കുടിയിലും നഗരസഭയിലും എല്ലാ കാലഘട്ടത്തിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് നഗരസഭയുടെ മുൻഭാഗത്തും ഒരു പക്ഷേ നഗരസഭയുടെ അകത്തേക്ക് കയറിയിട്ടൊക്കെ പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനകത്തെ പൊതുമുതലൊക്കെ നശിപ്പിക്കുന്ന രീതിയിൽ ഇവിടുത്തെ ജീവനക്കാരെയും ഇവിടെ വന്നിട്ടുള്ള പൊതുജനങ്ങളെയും ഭീതിപ്പെടുത്തുന്ന രീതിയിൽ, ഭയാശങ്ക ഉണ്ടാക്കുന്ന രീതിയിൽ, ഇവിടുത്തെ ദൈനംദിന ഓഫീസ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള വളരെ മൃഗീയമായിട്ടുള്ള ഒരു പ്രതിഷേധ മുറയാണ് ഇന്നിപ്പോൾ ഇവിടെ കാണാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ആളുകളെ കടിച്ച ശേഷം ചത്ത തെരുവുനായയെ രാത്രിയിൽ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചതായും ഉച്ചതിരിഞ്ഞ് റിപ്പോർട്ട് ലഭിക്കുമെന്നും കഴിഞ്ഞ ദിവസം രാത്രിയിൽ തെരുവുനായ്ക്കളെ പിടിക്കുന്ന സംഘമെത്തി 10ഓളം നായ്ക്കളെ പിടിച്ച് സംരക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. നഗരസഭാ ഓഫീസിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടങ്ങൾ വരുത്തിയ സംഭവത്തിൽ നഗരസഭാ സെക്രട്ടറി K പ്രമോദ് ചാലക്കുടി പോലീസിൽ പരാതി നൽകി. ദേശീയപാത 544 മണ്ണുത്തി ഇടപ്പള്ളി മേഖലയിലെ അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിലുണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് സംബന്ധിച്ച് പോലീസ്, RTO, ദേശീയപാത അധികൃതർ എന്നിവരിൽ നിന്ന് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.
ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനുമായി എല്ലാ ജനപ്രതിനിധികളെയും വിളിച്ചു ചേർത്ത് അടുത്ത ആഴ്ച യോഗം ചേരുമെന്ന് കളക്ടർ അറിയിച്ചു. ഏപ്രിൽ 22-ന് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നിരുന്നു. ചാലക്കുടി ഡിവിഎസ്പി, റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ, നാഷണൽ ഹൈവേ അതോറിറ്റി അധികൃതർ എന്നിവർ ടീം രൂപീകരിച്ച് സംയുക്തമായി ആഴ്ചയിലൊരിക്കൽ യോഗം ചേർന്ന് ഗതാഗത തടസ്സം ഒഴിവാക്കാൻ സ്വീകരിച്ച നടപടികൾ അവലോകനം നടത്തി റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അടിപ്പാത മേൽപ്പാലങ്ങളുടെ നിർമ്മാണം കഴിയുന്നതുവരെയോ കുരുക്കിന് പരിഹാരം കാണുന്നതുവരെയോ പാലിയേക്കരയിൽ ടോൾ നിർത്തിവെക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥി കരിയർ കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. ആളൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടത്തിയ ക്ലാസ് ബാങ്ക് പ്രസിഡന്റ് അയ്യപ്പൻ അങ്കാരത്ത് ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ വർക്കി ജോസഫ് പ്ലാന്തോട്ടം, ജോണി AK, ഷംല സുബ്രഹ്മണ്യൻ, വിലാസിനി MK, ഷെൽഡി തോമസ്, MM ബിന്ദു, സെക്രട്ടറി ഷാജു വാഴപ്പിള്ളി എന്നിവർ സംസാരിച്ചു. ട്രെയിനർ NS സന്തോഷ് ബാബു ക്ലാസ് നയിച്ചു. ഇന്ന് ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. അല്ലാണ്ട് കുറേയധികം കാശുണ്ട് എന്ന് വിചാരിച്ചിട്ട് അതൊരു മുതൽക്കൂട്ടല്ല. എന്നിട്ട് മുതൽക്കൂട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ മുതൽക്കൂട്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ മുതൽ അതാണ്. അതിന് നിങ്ങൾക്ക് ഏതറ്റം വരെ പോയി പഠിക്കാൻ പറ്റുമോ, അതിൽ ഏതെല്ലാം വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കുമോ, എഞ്ചിനീയറിംഗ് ഉണ്ടോയെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ അത് എവിടെയാണെന്ന് നോക്കണം. അതിന് IT ശ്രദ്ധിക്കുക. സാറ് പറയുന്നത് ITയിൽ പോയാൽ നിങ്ങൾക്ക് എന്താണെന്നറിയോ, 10ാം ക്ലാസ് പാസ്സായി നിങ്ങൾ നേരെ ITയിൽ പോയി നിങ്ങൾ ഒരു വർക്കറായിട്ട് വളരെ പെട്ടെന്ന് ജോലി കിട്ടും നിങ്ങൾക്ക്. ഏത് ITI, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ്. അല്ല, നിങ്ങൾക്ക് ഒരു സൂപ്പർവൈസർ കേഡറിൽ പോകണമെന്നിരിക്കുക, നിങ്ങൾ പോകേണ്ടത് ഡിപ്ലോമയ്ക്കാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് സ്വീകരണവും സംഘടനാ ശില്പശാലയും നടത്തി. പുതുക്കാട് പെൻഷൻ ഭവൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ അധ്യക്ഷനായി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ്, സെക്രട്ടറി CG താരാനാഥൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KM ശിവരാമൻ, ജോയ് മണ്ഡകത്ത്, ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം, കമ്മിറ്റി അംഗം KO പൊറിഞ്ചു എന്നിവരെ 7 യൂണിറ്റുകളിൽ നിന്നുള്ള ഭാരവാഹികൾ സ്വീകരിച്ചു. സർഗാത്മക സംഘടനാ പ്രവർത്തനം, സന്നദ്ധ പ്രവർത്തനം, പെൻഷൻ സമൂഹം, പെൻഷൻ സംരക്ഷണം, അടിയന്തര കടമകൾ ഈ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, TA വേലായുധൻ, K നന്ദകുമാർ, K സുകുമാരൻ, PV ശാരംഗൻ, CP ത്രേസ്യ, K സദാനന്ദൻ, IR ബാലകൃഷ്ണൻ, വർക്കി കുറ്റിയാറ, P മനോജ് കുമാർ, MG തോമസ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ജില്ലയിൽ 18 മുതൽ 24 വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലയിലെ ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചത്. കളക്ട്രേറ്റിൽ നടന്ന ഫ്ലാഷ് മോബിൽ ADM T മുരളി മുഖ്യാതിഥിയായി. വടക്കേ സ്റ്റാൻഡിലേക്ക് കളക്ട്രേറ്റ് പരിസരത്തു നിന്നും ആരംഭിച്ച് ശക്തൻ സ്റ്റാൻഡ് പരിസരം എന്നിവിടങ്ങളിലാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. ജില്ലയിലെ മാർത്തോമ GHSS, സെന്റ് ജോസഫ് മിഷൻ ക്വാർട്ടേഴ്സ് സ്കൂൾ, ഹോളി ഫാമിലി CGHSS, SNMH സ്കൂൾ ചാഴൂർ, JPHSS കുറുക്കഞ്ചേരി, GHSS പൂങ്കുന്നം തുടങ്ങിയ സ്കൂളിലെ NSS വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബിന്റെ ഭാഗമായത്. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതികളെയും സേവനങ്ങളെയും കുറിച്ച് അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം. രാവിലെ 10 മുതൽ രാത്രി 10 വരെയാണ് പ്രദർശന സമയം. പൂർണ്ണമായും സൗജന്യമാണ് പ്രവേശനം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ, ഉപഡയറക്ടർ MK അജിതകുമാരി, അസിസ്റ്റന്റ് ഇൻഫർമേഷൻ ഓഫീസർ C കാർത്തിക, NSS ജില്ലാ കോർഡിനേറ്റർ MV പ്രതീഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ സൂര്യതേജ, NSS പ്രോഗ്രാം ഓഫീസർമാർ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ എന്ത് വികസന പ്രവർത്തനം നടക്കുന്നു, ഓരോ വകുപ്പുകളുടെയും നേട്ടങ്ങൾ, അവരെടുക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം അറിയാൻ ഉള്ള ഒരു അവസരമായിട്ട് നിങ്ങൾ ഫ്ലാഷ് മോബ് നടത്തുക മാത്രമല്ല, ഈ ജില്ലയിലെ ഈ നടക്കുന്ന ഒരു വലിയ പ്രദർശന വിപണന മേളയുടെ ഉള്ളിൽ എല്ലാ സ്റ്റാളും കാണണം. ഓരോ വകുപ്പുകളുടെ ആളൂർ രാജർഷി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 1980 SSLC ബാച്ചിന്റെ സംഗമം നടത്തി. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. PK സുരേഷ് ബാബു അധ്യക്ഷനായി. ജോയ് ആന്റണി, ഷീലാദേവി, സത്യൻ, അഡ്വക്കേറ്റ് സുനിൽ ബിന്ദു എന്നിവർ സംസാരിച്ചു. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു. സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞാൽ സൂര്യൻ ഫിസിക്സ് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ അനുഭവിച്ച ആ സൂര്യന്റെ എനർജി സ്വീകരിക്കുന്ന സസ്യങ്ങളെ വേർതിരിച്ചറിയാനോ ആ എനർജി മറ്റു ശരീരം സംരംഭം നടത്തുന്നുണ്ടെന്ന് നമ്മുടെ സുരേഷ് ബാബു മാഷ് വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു
കൂടപ്പുഴ യൂണിറ്റ് മൂവ്മെന്റ്സ് ക്ലബ് നേതൃത്വത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തേക്കുള്ള പഠന സഹായവും പഠനോപകരണ വിതരണവും നടത്തി. ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് റോയ്സൺ ആലുക്കയുടെ അധ്യക്ഷതയിൽ ചാലക്കുടി മുനിസിപ്പൽ ചെയർമാൻ ഷിബു വാലപ്പൻ മുഖ്യാതിഥിയായി. കൂടപ്പുഴ ഇടവക വികാരി ഫാദർ ജോസ് വെതമറ്റിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പഠന സഹായ വിതരണം ചാലക്കുടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തേടൻ നിർവഹിച്ചു. ക്ലബ് സെക്രട്ടറി ബോബൻ പോൾ സ്വാഗതവും ട്രഷറർ ബിജു മാളക്കാരൻ നന്ദിയും അറിയിച്ചു. കൌൺസിലർമാരായ ബിജി സദാനന്ദൻ, സൂസി സുനിൽ, MM അനിൽകുമാർ, ജോണി മേച്ചേരി, ജോസ് ഡേവിഡ്, മെജോ ചുള്ളിയാടൻ, റാഫേൽ അരിക്കാട്ട്, ബിജു ചെറിയത്ത്, ജോസ് നായങ്കര, ജോയ് ചുള്ളിയാടൻ എന്നിവർ സംസാരിച്ചു. വിദ്യാഭ്യാസത്തിലൂടെയാണ് നമ്മുടെ നാട് വളർന്നതും ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഒരു സാമൂഹിക സാഹചര്യം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,720 രൂപ, പവന് 69,760 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ വീണ്ടും. തെരുവുനായ വിഷയത്തിൽ LDFന്റെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരസഭാ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് ജില്ലാ കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. മാള ബ്ലോക്ക് ടൗൺ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ SSLC+2 വിദ്യാർത്ഥി കരിയർ കൌൺസിലിംഗ് സംഘടിപ്പിച്ചു. ജില്ലയിൽ 18 മുതൽ 24 വരെ നടക്കുന്ന എന്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയുടെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട AP ജോസിന് സ്വീകരണവും സംഘടനാ ശില്പശാലയും നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.